സ്റ്റീഫൻ ജി, നമുക്കൊരു കൊച്ചു കുട്ടി പാട്ടുകാരി വരുന്നത്. നമുക്ക് ആ പാട്ടുകാരി ആരുടെ ഗണത്തിൽ വെക്കാം? ഫ്രാൻസിസ് വേണോ അതോ അനൂപ് വേണോ? എല്ലാവരും ഒരേ ഗണ ആണോ? സോ വെൽക്കം വൈദേഹി. കറക്റ്റ്. ഇത് കോഴിയാണോ? കോഴിക്കുട്ടിയാണ് ആക്ച്വലി. മോളെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവിടെ. വൈദേഹി കുട്ടി, എന്തുകൊണ്ട് വിശേഷം? ഇതിനകത്ത് കേറി ചൂടെടുത്തൊരു വഴിയാവുമല്ലോ. ഉണ്ടോ? ചൂടെടുക്കുന്നുണ്ടോ? ഇല്ല. കൊള്ളാം, അത് കൊള്ളാം. ഭയങ്കര തണുപ്പായിരിക്കും. ആ വെളിയിലല്ലേ എ സി, അതിനകത്ത് എ സി ഇല്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല. അതിലേക്ക് കിട്ടും. ഓക്കെ. മോക്ക് ചിക്കൻ ഫ്രൈ ഇഷ്ടമാണോ? ആ കണ്ടു. എന്നിട്ടാണോ ഈ കോഴിയുടെ വേഷം ഇട്ടുകൊണ്ട് വന്നത്? ആരെങ്കിലും പിടിച്ച് ഫ്രൈ ചെയ്യത്തില്ലേ അപ്പോഴും? അതെ, അവിടൊക്കെ പോയി കഴിഞ്ഞാ അത് പിടിച്ചോണ്ട് പോവും. പിന്നെ എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ നാട്ടിലൊക്കെ പോയി. അതാ ചോദിച്ചത്, നാട്ടിൽ പോയിട്ട് എന്തായി? നാട്ടിൽ പോയി പൂരൊക്കെ കണ്ട്. പൂരത്തിൽ എന്താ ഇഷ്ടം ഏറ്റവും? ചെണ്ടയാണോ ആനയാണോ? അവിടെ തെയ്യമായിരിക്കും അല്ലേ? പൂരത്തിന് തെയ്യം ആനയൊന്നുമില്ല. ഓ, അവിടെ വെറും ശൂന്യമായിട്ട് കിടക്കുകയാണോ? അല്ല, പിന്നെ കുറച്ച് ദിവസം കുറച്ച് ആൾക്കാര് പൂടും. എന്നിട്ട് ലാസ്റ്റ് ദിവസം ഓരോരാട് പൊറോട്ട എല്ലാം കെട്ടിട്ട് വരും. പൊറോട്ട എന്ന് വെച്ചാ ശിവന്റെ വേഷം, പോലീസിന്റെ വേഷം, അങ്ങനെ അതൊരു വ്യത്യസ്തമായ ആഘോഷമാണ് അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളാണ്. ഇതിന് മുന്നേ അച്ഛനായിരുന്നു ശിവൻ കെട്ടിയത്. ഓ, അച്ഛൻ ശിവനായി. പിന്നെ ഇപ്പൊ സുഖമില്ലാത്തോണ്ട് അച്ഛന്റെ അനിയനാ കെട്ടുന്ന. ഏത് പാട്ടാ പാടുന്നേ? ഞാൻ കൊക്കരക്കോ കൊക്കരക്കോ. കൊക്കരക്കോ കൊക്കരക്കോ ഏത് സിനിമയാ? കടത്തുകാരൻ. കിട്ടി. എഴുതിയത് വയലാർ രാമവർമ്മ. പിന്നെ സംഗീതം ബാബുക്ക. പിന്നെ വർഷം 1965. പാടിയത് കെ.ജെ. യേശുദാസ്. ഇത്ര വർഷം? 1965. മുത്തശ്ശൻ പോലും ജനിച്ചിട്ടുണ്ടാവില്ല. ഈ സിനിമയിൽ വേറൊരു പാട്ടുണ്ട്, അറിയോ? അമ്പാടി തന്നീലോരുണ്ണി അഞ്ഞന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ വേലിപ്പൂ. കേട്ടുണ്ടോ മോളെ പാട്ട്? എവിടെ? ഇല്ല. ഉണ്ട്. അത് റേഡിയോയിലൊക്കെ. റേഡിയോയിലാ കേട്ടി. അപ്പൊ കൊറേ നേരം ആയിട്ടില്ലേ ഈ ചട്ടക്കൂടില്? തുടങ്ങാൻ നോക്ക്. അപ്പൊ പോരട്ടെ അങ്ങോട്ട് കൊക്കരക്കോ. അങ്ങോട്ട്
അടിപൊളി. താങ്ക് യു. സൂപ്പർ 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 പെർഫോമൻസ്. വൈദേഹി കുട്ടി, ആ സ്വപ്നത്തിൽ പോലും അങ്കിൾ വിചാരിച്ചില്ല ഇത്രയും ഗംഭീരമായിട്ട് പാടും. അതായത് താങ്ക് യു. വാട്ട് ആൻ എക്സ്പ്രഷൻ. ഓരോ എക്സ്പ്രഷന് താളം, റിതം ചേഞ്ച് ഓവേഴ്സ്, പിന്നീട് ആ കൊക്കരക്കോ 2 രീതിയിൽ പാടിയത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മോൾ ഓരോന്നിനും കൊടുത്തിരിക്കുന്ന മോഡുലേഷൻ ഒന്നും പറയാൻ വാക്കുകളില്ല മോളെ. കാരണം ഈ ചെറു പ്രായത്തില് ഇതൊരു ചെറിയ പാട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഒരു വലിയൊരു സീനിയർ ആയിട്ടുള്ളൊരു ആരെങ്കിലും പാടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. കാരണം അതിനകത്ത് എന്തൊക്കെ മിണ്ടല്ലേ ഓടിവാ അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊരു കിളിയോ അതിന്റെ ഒരു ശബ്ദം കേൾപ്പിച്ചില്ല, അതെന്താ വരുന്നത്? ഞാൻ വെള്ളമിറക്കി നടപ്പാണ്. ഞാൻ വെള്ളമിറക്കി നടപ്പാണ്. ഈ പെണ്ണ് വീട്ടിൽ വറുപ്പാണ്. മനസ്സിലായി. മോടെ ആ ഇത് കേട്ടപ്പോഴത്തേക്ക് കോഴിക്ക് എന്തോ കഫക്കെട്ടുള്ള ഒരു കോഴിയാണ് തോന്നി. ഒരു ചെറിയ ശബ്ദം. ഇതെങ്ങനെ ഇങ്ങനെ എല്ലാം പറ്റുന്നു ഇങ്ങനെ കോഴിയെ പറ്റി ഇത്രയും detail ഉണ്ട്? അല്ല എന്തറിയോ ഏറ്റവും സംഭവം എന്താ അറിയോ ചേട്ടാ, ഈ ട്യൂണിൽ പാടാൻ്റെ ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നതേ. അതാ ഞാൻ പറഞ്ഞു, ഡിഫറെന്റ് വേറെ മോഡുലേഷൻസ്. കാര്യം അത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒന്ന് വെച്ചാൽ പോലും നമ്മുടെ ശബ്ദം അതെ അതെ പിന്നെ പാടാൻ പറ്റില്ല. അതെ അതെ ഇത് അങ്ങനെയും കൂടെ വെച്ചിട്ടാണോ ഒരു രക്ഷയില്ല. ഇത് ഒരു കോഴിയൊന്നുമല്ല, ഇത് ഇതൊരു സിംഹമാണ്. ഇത് ഇത് സിംഹവും കോഴിയുടെ രൂപത്തിൽ ഒന്ന് നാട്ടുകോഴി, പാടുക. പെടക്കോഴി, കൂവൻകോഴി, കുളക്കോഴി. ഇത് ഏത് കോഴി? ഇത് പൂവൻകോഴി. പൂവൻകോഴി അല്ലേ? പൂവൻകോഴി. ഇത് പൂവൻകോഴി അല്ല. ഇത് ചെറിയ വാവക്കോഴിയാ, വാവക്കോഴി. മോളെ എന്തായാലും കലക്കി കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. താങ്ക് യു. എന്റെ പൊന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വൈദേഹിക്കുട്ടി പാടുമ്പോ ഇവിടെ റിമു ചേച്ചി എന്തൊക്കെ ചെയ്ത് അയ്യോ, കണ്ടോ? അല്ല ഞാൻ ഇവിടെ മൊത്തം രാവിലെ ജിമ്മിന് പോവാത്തന്നെ മുഴുവൻ ഇങ്ങനെയായിരുന്നു ഈ സാധനങ്ങളും. അതല്ല, ഞാൻ മാത്രല്ല ഇത് കാണുന്ന ആർക്കും ഈ ഫ്ലോർ മൊത്തം, എന്തിനാ ഓർക്കസ്ട്ര നമ്മുടെ ടോപ്പ് ബാൻഡ് വരെ വായിക്കാൻ മറന്നു പോയിട്ട് അവരിത് എൻജോയ് ചെയ്ത്. അനുവേട്ടാ ഇതിനൊക്കെ വായിക്കുമ്പോ ഒരു നിങ്ങക്ക് ജോലി അനുവേട്ടാന്ന് വിളിച്ചിട്ട് മാത്രം. അവിടെ ഫ്രാൻസിസ് ഉണ്ട്, ബാക്കി താഴെ ഓരോരുത്തരും എടുത്ത് പറയാൻ പറ്റുമോ? അനുവേട്ട, ഒരു പ്രാവശ്യം അനുവേട്ട, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം റെനിച്ചേട്ടാ, ഒരു പ്രാവശ്യം ആനന്ദേട്ടാ, ഒരു പ്രാവശ്യം ഫ്രാൻസിസ് ഏട്ടാ, അങ്ങനെ മാറി മാറി വിളിക്കാം. ചക്കരെ, എനിക്ക് ഈ കുഞ്ഞു കോഴി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മിണ്ടല്ലേ, മിറുങ്ങല്ലേ, കോഴി മിണ്ട, അതെങ്ങനെയാ? മിണ്ടല്ലേ മിരുങ്ങല്ലേ അത് ശരിക്കും ബേസ് ആണ്. ഇപ്പൊ ബേസ് എനിക്ക് കിട്ടാത്തോണ്ട് അമ്മ പറഞ്ഞു നീ സൗണ്ട് കുറച്ചിട്ട് പാടിയാ മതി. ബേസാണ് അമ്മ ഒരു സംഭവമാണല്ലോ. എനിക്ക് കിട്ടാത്തോണ്ട്. പിന്നെ ഇതെന്തായിരുന്നു എന്നെ നോക്കി പാടിയ നിന്നെ പോലെ ഒരു പെണ്ണിനെ? അതെന്താ അങ്ങനെ? നിന്നെ പോലൊരു പെണ്ണിനെ ഞാനും കണ്ണും വെച്ച് നടപ്പാണ്. നിന്നെ പോലൊരു പെണ്ണിനെ ഞാനും കണ്ണും വെച്ച് പൂവൻകോഴിയല്ലേ? ഞാൻ വെള്ളമിറക്കി നടപ്പാണ്. ആ പൂവൻകോഴിയാണ്. അപ്പൊ പെടക്കോഴിയെ നോക്കി നടക്കുക. ചക്കരെ താങ്ക് യു. തന്നില്ല. ആ എനർജിയാണ് ഉമ്മകൾക്ക് പോണത് അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യം ഇവിടെ ഉമ്മ വെച്ച് തന്നെ നമ്മൾ ക്ഷീണിക്കുന്നു. വൈദേഹിക്കുട്ടി ഹിറ്റ് കടുപ്പൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതായത് ഒരു പ്രൊഫഷണൽ പാട്ടുകാരി വെക്കുന്ന എല്ലാ ക്വാളിറ്റീസും ബേബിയുടെ അടുത്തുണ്ടായിരുന്നു. താങ്ക് യു. ശരിക്കും അമ്മയൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ പോലും മോൾക്ക് ബൈഹാർട്ട് ചെയ്യുന്നതും മോള് പെർഫോം ചെയ്തതും അത് നാച്ചുറൽ ആണ്. ഈ ഞാന് എവിടെ പോയിന് അപ്പൊ അമ്മ ഇത് കേട്ട് പഠിക്കുന്നേ. പഴയ പാട്ടായതുകൊണ്ട് അമ്മക്ക് ഇത് പരിചയമില്ല. എന്നിട്ട് അമ്മ ഇങ്ങനെ കേട്ട് പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് എനിക്ക് കൊടുത്തു. അമ്മയുടെ ഒരു കഷ്ടപ്പാട്. കുറച്ചുപേര് ഞാൻ ഒറ്റക്ക് തന്നെ പഠിച്ചു. 5 വയസ്സ് വരെ മിക്ക ഗുരുക്കന്മാരും പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ റെഡി ആവില്ല. ആ 5 വയസ്സ് വരെ നമ്മുടെ അമ്മമാരാണ് മിക്ക പിള്ളേരുടെയും. അവരെ ആരും മറക്കരുത്. അവരാ പാട്ട് ഇവരെ പഠിപ്പിച്ചുള്ള സഹനത്തിനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ക്ഷമയോടുകൂടി പാട്ടെഴുതി, അതെല്ലാ അമ്മമാർക്കും ഒരു സ്പെഷ്യൽ ഒരു കൈയടി. ഒരു ഗുരു പോലും പ്രവേശനം അനുവദിക്കില്ല ഈ പ്രായത്തില്. കാര്യം വളരെ റിമി പറഞ്ഞത് വളരെ വാസ്തവമാണ്. കാരണം എന്റെ കാര്യം വെച്ചിട്ടാണ് കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഫസ്റ്റ് പാട്ട് പോയിട്ട് എന്റെ അമ്മയല്ലേ അവര് അപ്പുറത്തൊന്നും വീഡിയോ കാണാം. അമ്മ പഠിപ്പിക്കുന്നതാണോ? അയ്യോ നിന്റെ അമ്മയാണോ? എന്റെ മമ്മിയെ
ഇടയ്ക്ക് പ്രാക്ടീസ്. ഇത് എവിടെ മമ്മി പോയത്? പഠിക്കും. സവാഷ്. ഇത് ആരെ ഇത് ഭയങ്കരായി പോയി. ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇപ്പൊ. എടി റിമി നിന്റെ പോയി. ഇത് എന്തോന്നൊരു കീബോർഡ് വായിച്ച അമ്മ ഇപ്പൊ റിമി പറഞ്ഞതേ ഉള്ളൂ, കുട്ടിക്കാലത്ത് അമ്മ പഠിപ്പിക്കും. അല്ല ഇത് സത്യം രാകേഷ്, ഞാൻ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇത് ചുമ്മാ ഒരു വാക്ക് വെറുതെ പറഞ്ഞപ്പോ ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതായിരിക്കും. ഇല്ല അത് ഭയങ്കരായി പോയി. പറഞ്ഞോണ്ട് MG സാറിന് അന്ന് രാകേഷ് പറയണ MG സാറാണ് ഇത് അറേഞ്ച് ചെയ്തതെന്ന്. പക്ഷെ അല്ല ചേട്ടനത് അറേഞ്ച് ചെയ്തു. എന്റെ അമ്മ ഇത് മമ്മി ഞാൻ ഒരു അവസാനം ഞാൻ കണ്ടത് ഒരു പ്രോഗ്രാമിന് വേണ്ടി അവസാനം അമ്മ കൂടെ സാരി കൊടുത്തൊരു അമ്മ വരണ പോലെ ഇത് വേറെ പെർഫോമർ ആയിട്ടുള്ളത്. മമ്മി ഒരു 2 മണി വരെ ചുമ്മാ ഇരിക്കില്ല. ഒന്നെങ്കിൽ കീബോർഡ് പഠിക്കും, അല്ലെങ്കിൽ ഭരതനാട്യം ഓൺലൈൻ, അല്ലെങ്കിൽ പാട്ട് പഠിക്കും, അല്ലെങ്കിൽ പാചകം ചെയ്യും. എന്തായാലും റാണിക്കൊരു ഒരാള് അടുത്ത വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ചേച്ചി കലക്കിട്ടാ. ഗോഡ് ബ്ലെസ് യു. മമ്മി കലക്കി, ഇത് കലക്കി. ഇത് കണ്ടില്ലേ നമ്മുടെ റീമു ചേച്ചിയുടെ അമ്മയാ. അപ്പൊ മോളുടെ അമ്മ ഇതുപോലെയൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് മോളുടെ മാതിരിയുള്ള നല്ല സ്റ്റാറുകൾ ഉണ്ടാവുന്നത്. അമ്മനെ പോലെ തന്നെ എന്റെ അമ്മ കീബോർഡും കളിക്കും, പാട്ടും കളിക്കും, ഡാൻസും കളിക്കും. മോളുടെ അമ്മയ്ക്ക് എന്റെ പ്രായം പോലും ഇല്ല. എന്റെ അമ്മ എന്ന് പറയണത് മോളുടെ അമ്മൂമ്മയുടെ പ്രായമുള്ള ഒരാളാ. അപ്പൊ ഇതുപോലെ കീബോർഡൊക്കെ വായിക്കോ? കീബോർഡ് ഇങ്ങനെ വീട്ടിൽ വെറുതെ കിടക്കുന്നോണ്ട് ഞാൻ യൂട്യൂബ് നോക്കി അത്യാവശ്യം ചെറുതുണ്ടാവുമ്പോ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സർ. ഞാനത് ഇപ്പഴാ വാങ്ങാൻ പറ്റിയത്. ഇപ്പോഴും പഠിക്കാമല്ലോ. പഠിക്കുന്നുണ്ട് അത്യാവശ്യം. വെരി ഗുഡ്. മോള് നന്നായിട്ട് പാടി കേട്ടോ. കാരണം ആ ട്രെയിനിങ് ഈസ് എക്സലന്റ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും മോളെ. അപ്പൊ അടിപൊളി. ആട്ടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ.